ബേക്കൽ കോട്ടയുടെ ചരിത്രം. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ കടൽ തീരത്ത് അഭിമാനത്തോടെ നിലകൊള്ളുന്ന ചരിത്ര സ്മാരകമാണ് ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നായ ഇത് അറബിക്കടലിലെ തിരമാലകളെ നോക്കി നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്നു. 17ാം നൂറ്റാണ്ടിൽ ഇക്കേരി നായക്കന്മാരുടെ കാലത്താണ് ഇന്നത്തെ ബേക്കൽ കോട്ടയുടെ പ്രധാന നിർമ്മാണം നടന്നതെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. പിന്നീട് മൈസൂർ ഭരണാധികാരിയായ ഹൈദർ അലിയുടെ നിയന്ത്രണത്തിലേക്കും കോട്ട എത്തി. അദ്ദേഹത്തിന്റെ കാലത്തും കോട്ടയ്ക്ക് സൈനിക പ്രാധാന്യം ഉണ്ടായിരുന്നു. കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന കോട്ടയുടെ മതിലുകൾക്ക് പ്രത്യേകമായ സൈനിക രൂപകൽപ്പനയുണ്ട്. കോട്ടയ്ക്കുള്ളിലെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് കടലിലൂടെയുള്ള കപ്പലുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും ശത്രുക്കളുടെ വരവ് തിരിച്ചറിയാനും സാധിച്ചിരുന്നു. കോട്ടയുടെ ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് അറബിക്കടലിന്റെ വിശാലമായ കാഴ്ച കാണാം. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്തും ബേക്കൽ കോട്ടയ്ക്ക് ഭരണപരവും സൈനികവുമായ പ്രാധാന്യമുണ്ടായിരുന്നു. കാലക്രമത്തിൽ സൈനിക കേന്ദ്രമെന്ന നിലയിലുള്ള പ്രാധാന്യം കുറഞ്ഞെങ്കിലും കോട്ട കേരളത്തിന്റെ ചരിത്രത്തിന്റെയും വാസ്തുവിദ്യയുടെയും പ്രധാന പ്രതീകമായി മാറി. ഇന്ന് ബേക്കൽ കോട്ട കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കടലിനെ അഭിമുഖീകരിച്ചു നിൽക്കുന്ന കോട്ടമതിലുകളും മനോഹരമായ കടൽ കാഴ്ചയും പുരാതന വാസ്തുവിദ്യയും ചേർന്ന് സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവം നൽകുന്നു. ബേക്കൽ കോട്ടയുടെ ചരിത്രം ഒരു കോട്ടയുടെ മാത്രം കഥയല്ല. കേരളത്തിന്റെ കടൽ വ്യാപാരവും രാജവംശങ്ങളും യുദ്ധങ്ങളും ഭരണപരിവർത്തനങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഒരു ചരിത്ര സാക്ഷി കൂടിയാണ്. കാസർഗോഡിന്റെ മണ്ണിൽ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു വലിയ പാറക്കുന്നിൻ മുകളിൽ ഇന്നും തലയുയർത്തി നിൽക്കുകയാണ് ബേക്കൽ കോട്ട. കടലിനോട് ചേർന്നുള്ള ബേക്കലിന്റെ സ്ഥാനം തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ശക്തി. കടൽ വഴി എത്തുന്ന ശത്രുക്കളെ ദൂരത്ത് നിന്ന് തന്നെ നിരീക്ഷിക്കാനും മലബാറിന്റെ തീരപ്രദേശത്തെ സംരക്ഷിക്കാനും കോട്ടയ്ക്ക് കഴിയുമായിരുന്നു. ഏകദേശം 40 ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ കോട്ടയുടെ രൂപം ഒരു വലിയ താക്കോൽദാരത്തെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ബേക്കൽ കോട്ടയുടെ രൂപകൽപ്പനയ്ക്ക് പ്രത്യേകതകളുമുണ്ട്. കോട്ടയുടെ മതിലുകളിൽ തോക്കുകൾ സ്ഥാപിക്കാനുള്ള തുറപ്പുകളും പ്രതിരോധത്തിനായി രൂപകൽപ്പന ചെയ്ത വളഞ്ഞ പ്രവേശന പാതകളും കിടങ്ങുകളും ഉണ്ടായിരുന്നു. വെള്ളം സംഭരിക്കുന്നതിനുള്ള വലിയ ജലസംഭരണിയും തെക്കോട്ട് തുറക്കുന്ന തുരങ്കവും കോട്ടയുടെ പ്രധാന സവിശേഷതകളിലുണ്ട്. പക്ഷെ ബേക്കലിന്റെ ചരിത്രം അവിടെ അവസാനിച്ചില്ല. കാലം വീണ്ടും മാറി. 1763 ഹൈദർ അലി ബേക്കൽ കോട്ട കീഴടക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താന്റെ കാലത്ത് കോട്ടയ്ക്ക് വലിയ സൈനിക പ്രാധാന്യം ലഭിച്ചു. മലബാറിലെ സൈനിക നീക്കങ്ങളിൽ ബേക്കൽ ഒരു പ്രധാന കേന്ദ്രമായി മാറി. 1799 ടിപ്പു സുൽത്താന്റെ മരണത്തിന് ശേഷം ബേക്കൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. രാജാക്കന്മാർ മാറി, സൈന്യങ്ങളും മാറി, ഭരണാധികാരികളും മാറി. പക്ഷെ ബേക്കൽ കോട്ട മാത്രം അവിടെ തന്നെ നിന്നു. ഇന്ന് ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടതുമായ കോട്ടകളിൽ ഒന്നാണ്. മലബാറിന്റെ തീരത്തിനും അറബിക്കടലിനും ചരിത്രത്തിനും ബേക്കൽ കോട്ട ഒരു കെട്ടിടം മാത്രമല്ല, അത് കാലത്തെ അതിജീവിച്ച ഒരു കഥ കൂടിയാണ്.